സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. IAS തലപ്പത്തെ പോരെന്നത് സൃഷ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത്. ചില ചില്ലറ കശവിശകളൊക്കെ തന്നെ IASകാർ തമ്മിലുണ്ട് എന്നല്ലാതെ ആളുകൾ പറയുന്ന പോലെ അത്ര വലിയൊരു നിരന്തരം അടിയൊന്നും IAS തലപ്പത്തില്ല എന്നുകൂടി ചീഫ് സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും നമുക്ക് ആദ്യം ചീഫ് സെക്രട്ടറിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. സിസ്റ്റത്തിനകത്ത് ചെറിയ അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ളത് സംശയമില്ല, അത് പക്ഷേ ഈ തലപ്പത്ത് പോര്, ഇവിടെ കംപ്ലീറ്റ് ഭരണം, നമ്മൾ എല്ലാവരും രണ്ട് തട്ടിൽ നിൽക്കുന്നു, അതൊന്നും ശരിയല്ല. കേരളം എന്നൊരു കാർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫോർമലാണ്. ഹൈറാർക്കിയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ സീനിയർ ജൂനിയർ തമ്മിൽ ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നതല്ല. ചില ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് സിസ്റ്റം പരിഹരിക്കും. പക്ഷേ ഈ സിസ്റ്റം പരിഹരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ആ ഒരു പ്രശ്നത്തിനെ മാത്രം കാണുമ്പോഴത്തേക്കും ആ പ്രശ്നമാണ് മുഖം എന്ന് വിചാരിക്കുന്നത് തെറ്റാം. എനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമോ അവഹേളനമോ എന്നുള്ളതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമായിട്ടല്ല, നമ്മൾ സ്വയം അധിക്ഷേപിക്കപ്പെടുന്ന രീതിയിൽ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ പിന്നെ നമുക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ അതിനനുസരിച്ച് വളരാൻ ആയിട്ടുള്ള ഒരു ഉത്സാഹവും ഇതും നമ്മൾ കാണിക്കില്ല. ഒരു ചെറുത്ത് നിൽപ്പെന്ന നിലയ്ക്കോ നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിട്ടല്ല, പക്ഷെ നമ്മുടെ വ്യക്തിത്വത്തിനെ ഡിബേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഞാൻ കളറിസത്തിനെ കാണുന്നത്. ഇമ്മീഡിയറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും അതിനുള്ള നടപടികളായിട്ട് നീങ്ങുകയും ചെയ്തിട്ടുള്ളത് മീഡിയയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രസ് കോൺഫറൻസിലും അല്ലാതെയുള്ള നമ്മുടെ മീറ്റിങ്സിലുമൊക്കെ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തെയും സൊസൈറ്റിയും നമുക്ക് കോർത്തിണക്കിക്കൊണ്ട് തന്നെ ഇതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ആക്ഷൻ പ്ലാൻ, ബൃഹത് പദ്ധതി ഉണ്ടാക്കണം. ഇപ്പോൾ ലഹരിയിലോട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഫാക്ടേഴ്സിനെയും അഡ്രസ്സ് ചെയ്യുക. ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് മെച്ചപ്പെടുത്തണം, മറുഭാഗത്ത് ഇത് വേണമെന്നുള്ളൊരു ഡിസയർ ഉണ്ടല്ലോ, ആ ഡിമാൻഡിനെ കുറയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ശാരദാ മുരളീധരനുമായി സംസാരിച്ച ഷെഫീദ് റാവുത്തർ കൂടി തത്സമയം ചെയ്യുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, ചീഫ് സെക്രട്ടറി വിരമിക്കുമ്പോൾ മറ്റെന്തെങ്കിലും മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ബാക്കി വെച്ചാണോ പോകുന്നത്? പ്രത്യേകിച്ച് N പ്രശാന്ത് IAS പോലെയുള്ള ആളുകൾ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ്കെൻ, നമ്മൾ ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ വിവാദങ്ങളെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, IAS തലപ്പത്തെ പോരടക്കമുള്ള വിവാദങ്ങളിൽ വിശദമായി തന്നെ അവർ സംസാരിച്ചിരുന്നു. കേരളത്തിൽ ജനകീയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറിമാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഡോക്ടർ V വേണു, അതേപോലെ തന്നെ ശാരദാ മുരളീധരൻ എന്നിവരുടെ പേര് ആ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രവുമല്ല കുടുംബശ്രീ അടക്കമുള്ള മിഷനുകൾക്കായി അവർ പ്രവർത്തിച്ചത് നമുക്കറിയാം. പക്ഷേ അവസാന കാലം, അതായത് ചീഫ് സെക്രട്ടറി അവർ ചുമതലയേറ്റ് അവസാന കാലത്ത് അവരെ വലച്ച, തലവേദന ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അത് IAS തലപ്പത്തെ പോരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം N പ്രശാന്ത്, നിയുക്ത ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള A ജയതിലക അടക്കമുള്ളവർ വലിയ തരത്തിലുള്ള പോര് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊരു നിയമയുദ്ധം, അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ശാരദാ മുരളീധരൻ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: IAS തലപ്പത്തെ പോര് എന്നുള്ളതൊരു സൃഷ്ടി മാത്രമാണ്. ഈ തലപ്പത്തെ പോര് ഉദ്യോഗസ്ഥർ തമ്മിൽ രണ്ട് തട്ടിൽ നിന്നൊക്കെ പറയുന്നത് ശരിയല്ല. കേരള കേഡർ ഒരു ഇൻഫോർമൽ സ്വഭാവത്തിലുള്ളതാണ്. ഇവിടെ ജൂനിയർ സീനിയർ വ്യത്യാസമുണ്ടല്ല. പക്ഷേ ഏത് സിസ്റ്റത്തെയും പോലെ ഈ സിവിൽ സർവീസ് സിസ്റ്റത്തിലും കേരളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് സിസ്റ്റത്തിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം മാത്രമാണ്. സൂക്ഷ്മമായ ഒരു പ്രശ്നത്തെ മാത്രം കണ്ട് അതാണ് ആ മുഖം എന്ന രീതിയിലേക്കുള്ള ഒരു വിവക്ഷ അക്കാര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുറന്നു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാധ്യമായതെല്ലാം ചെയ്തു. മാത്രവുമല്ല നിയമസാധ്യതയുള്ള വിഷയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു. ദുരനുഭവം നേരിടേണ്ടി വരുന്നവർ നിയമപരമായി പരാതിയുമായി വരാത്തതിൽ പല ഘടകങ്ങളുണ്ട്. ഈ പവർഫുള്ളായ ചൂഷകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ചെറിയ ശ്രമമല്ല, പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ആരംഭമാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ മാസം വലിയ വിവാദമായൊരു സംഭവമായിരുന്നു ഈ നിറത്തിൻ്റെ പേരിൽ താൻ അനുഭവിക്കേണ്ടി വന്ന അധിക്ഷേപം. സോഷ്യൽ മീഡിയയിൽ ശാരദാ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞത്, അക്കാര്യത്തിലും അവർ വിശദമായി പ്രതികരിച്ചു. ഈ ഒരാളുടെ സാധ്യതയ്ക്കനുസരിച്ച് വളരാനുള്ള അവസരത്തെ ഇത്തരം അധിക്ഷേപം ഇല്ലാതാക്കും, ആത്മവിശ്വാസം നശിപ്പിക്കും, അതടക്കമുള്ള കാര്യമാണ് താൻ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാൻ
നടപ്പാക്കാൻ ശ്രമിച്ചതെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചീഫ് സെക്രട്ടറി അവസാന നിമിഷവും പറയുന്നുണ്ട്. ഇന്നും ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി വിളിച്ചൊരു ലഹരി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഇന്റേണൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നമ്മൾ നടത്തിയ SKN14 ലഹരി വിരുദ്ധ യാത്രയെക്കുറിച്ചും മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ചും ഒക്കെ ചീഫ് സെക്രട്ടറി വിശദമായി സംസാരിച്ചു. ഈ സിനിമാക്കാർക്കിടയിലെ ലഹരി ഉപയോഗത്തെ ചോദിച്ചപ്പോൾ എവിടെയാണെങ്കിലും ലഹരി വ്യാപനം തടയാൻ സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മാത്രമല്ല പറഞ്ഞു വെക്കുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നവരടക്കം പുനരധിവസിപ്പിക്കുന്നതിൽ സർക്കാർ ഗൗരവമായി കണ്ട് നടപടികൾ എടുക്കും എന്നുള്ളതുമാണ്. ഏതായാലും ഇന്നുകൊണ്ട് സർവീസ് അവസാനിപ്പിക്കുകയാണ് ചീഫ് സെക്രട്ടറി. SKN. ഓക്കെ ഷെഫീദ് റാവത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് എല്ലാവിധമായ ആശംസകളും. വിശ്രമിക്കാതിരിക്കട്ടെ, വിരമിച്ചാലും എന്നാണ് നമുക്ക് പറയാനുള്ളത്. പല ആളുകളും ഇന്ന് വിരമിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ശാരദാ മുരളീധരൻ്റെ പേര് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാര്യം ഈ കുടുംബശ്രീ ഒരു വലിയൊരു ജനകീയ സംവിധാനമാക്കി മാറ്റുന്നതിൽ ശാരദാ മുരളീധരൻ വഹിച്ച പങ്ക് എന്നും നമ്മുടെ സ്ത്രീകളും കുടുംബശ്രീയും ഓർമ്മിക്കുക തന്നെ ചെയ്യും.